നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുന്ന നമ്മളെ കുട്ടികളില്ലേ, അവർ തന്നെ ഒരു ദിവസം നമ്മളെ കുറ്റം പറയുന്ന ഒരു ദിവസം വരും. ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഒരിക്കൽ ഞങ്ങളൊരു ഫാമിലി ഫംഗ്ഷനിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവനവന്റെ പ്ലേറ്റ് കഴുകി വെക്കുമ്പോൾ ഒരു 15 വയസ്സുകാരന്റെ കയ്യിൽ പ്ലേറ്റ് ഇല്ല. ഞാൻ വിളിച്ചു, നിന്റെ പ്ലേറ്റ് എവിടാന്ന് വെച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ പ്ലേറ്റ് എന്റെ ഉപ്പ കഴുകി വെക്കുന്നതാണ്. അതായത് അവന്റെ രാവിലത്തെ ബെഡ്ഷീറ്റ് ഉമ്മ മടക്കി വെക്കും, അവന്റെ ഡ്രസ്സ് ഉമ്മ അലക്കും, ഉമ്മ അയൺ ചെയ്യും, അവന്റെ റൂം ബാത്റൂം ഒക്കെ ഉമ്മ വൃത്തിയാക്കും, അവന് ഭക്ഷണം ഉപ്പ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കി കൊടുക്കും, അവന്റെ പ്ലേറ്റ് വാപ്പ കഴുകി വെക്കും. എങ്ങനെയുണ്ട്? നമുക്ക് തോന്നുന്നു നമ്മളെ കുട്ടികളെ നമ്മൾ ഭയങ്കര ലാളിച്ച് എന്താന്ന് പറയാ, അവളെ സ്നേഹത്തോടു കൂടി വളർത്താണ്, നല്ലതാണ്. നല്ല ഇവൻ ഇനി കടക്കാൻ പോകുന്ന +2 കഴിഞ്ഞാൽ കോളേജിലെ സ്ട്രെസ് താങ്ങാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ജോലിയിലെ സ്ട്രെസ് ഓന് താങ്ങാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്കാ, ഭാര്യ കുട്ടികൾ പാരന്റിങ്, ഒന്നും സാമ്പത്തിക സ്ട്രെസ് ഒന്നും അവന് താങ്ങാൻ കഴിയില്ല. അന്ന് അവനിങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ എന്തായാലും പറയാ ഒരു അന്താളിച്ച് നിൽക്കുന്ന സമയമുണ്ട്. അപ്പൊ അവൻ പറയും, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആക്കിയത് എന്റെ പാരന്റ്സ് ആണ്, എന്നെ ഒന്നും പഠിപ്പിക്കാതെ ഒന്നും ചെയ്യാൻ വിടാതെ എനിക്കൊന്നും അറിയാത്ത ഒരാളാക്കി എന്നെ മാറ്റിയത് എന്റെ പാരന്റ്സ് ആണ്, എന്റെ എല്ലാ പരാജയത്തിനും കാരണം പാരന്റ്സ് ആണെന്ന് അവൻ ഒരു കാലത്ത് കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ നമുക്ക് തോന്നും നമ്മൾ ക്രൂരന്മാരാണെന്ന്. അങ്ങനെയല്ല. കുട്ടികളെ കൊണ്ട് അവരുടെ എല്ലാ ടാസ്കും ചെയ്യിപ്പിക്കണം. അവരുടെ ബാത്റൂം മുതൽ ബെഡ്ഷീറ്റ് മുതൽ ഭക്ഷണം മുതൽ ക്ലീനിങ് മുതൽ എല്ലാ പണിയും അവർ തന്നെ ചെയ്യട്ടെ. അപ്പോഴേ അവർ ജീവിക്കാൻ പഠിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ അമിതമായി ലാളിച്ച് വളർത്തി കഴിഞ്ഞാല്, ഓമനിച്ച് വളർത്തി കഴിഞ്ഞാല് അവർ വിദ്യാഭ്യാസമുള്ള, ജീവിക്കാൻ അറിയാത്ത ഒരു എഡ്യൂക്കേറ്റഡ് ഇഡിയറ്റ്സ്